ഗബ്രി പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാത്ത കാര്യമാണ് ഗബ്രി അവന്റെ കണ്ണുകൾ കൊണ്ടും അല്ലെങ്കിൽ അവന്റെ ആംഗ്യ ഭാഷകൾ കൊണ്ടും കഴിഞ്ഞ ദിവസം അവൾ വയ്യാതെ കടന്നപ്പോൾ ഐ ലവ് യു ടു എന്നൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ജിൻഡോയ്ക്ക് പവർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജിൻഡോയ്ക്ക് ആരെങ്കിലൊക്കെ ഒന്ന് ഭരിക്കണം, എല്ലാവരുടെയും മേളിൽ കയറി ഇരിക്കണം. അതിന് ഓരോ ടാസ്കുകൾ ജിൻഡോ അതിനകത്ത് കളിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 46-ാം ദിവസത്തിലേക്ക് വന്നപ്പോൾ ഇതൊരു റിയാലിറ്റി ഷോ ആണോ അതോ സീരിയലാണോ? കാരണം സീരിയലിൽ കാണാനുള്ള തനത് ശൈലികളെല്ലാം ഈ ബിഗ് ബോസിനകത്തും ആവർത്തിക്കുന്നുണ്ട്. മാനസിക വികാരങ്ങൾ വെച്ച് കളിക്കുക അല്ലേ? ഗബ്രിയുടെ കളി ഇന്ന് കണ്ടു കാണുമല്ലോ, പാനിക് അറ്റാക്ക് എന്ന് പോലും. അതിലേക്ക് വരാം. ആദ്യം സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു തീപ്പെട്ടിക്കൊള്ളിയായിട്ട് പുറത്തോട്ട് പോയതാണ്, തിരിച്ചു വന്നത് ഒരു വലിയ പന്തമായിട്ടാണെന്നാണ് പറയുന്നത്. സിജോയ്ക്ക് നിലവിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ആർക്കും വലിയൊരു മേധാവിത്വം കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് സിജോയ്ക്ക് ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്. സിജോ ഈ പറയുന്ന പോലെ പന്തമായിട്ട് തന്നെയാണ് 100 ദിവസവും നിൽക്കുന്നുണ്ടെങ്കിൽ കപ്പ് സിജോയുടെ അടുത്തേക്ക് തന്നെ വരും സുരക്ഷിതമായിട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം സിജോയ്ക്ക് ഓൾറെഡി ഗെയിം കളിക്കാൻ അറിയാമെന്നും ഗെയിമർ ആണെന്നും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് പിന്നെ ബിഗ് ബോസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. ഇന്നൊന്ന് പറഞ്ഞല്ലോ, ബിഗ് ബോസ് ആണ് എനിക്കെല്ലാം ചെയ്തു തന്നത്, ബിഗ് ബോസ് ആണ് കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ സ്ഥിതിക്ക് ബിഗ് ബോസും നല്ലൊരു ഇത് കൊടുത്തു കാണും, മോനെ പോയി ജയിച്ചു വന്നു. അതുകൂടെ പറഞ്ഞപ്പോഴേ ഓക്കെ. പിന്നെ ലാലേട്ടൻ്റെ ആ കൈപ്പിടുത്തം കൂടെ ആയപ്പോൾ തന്നെ സിജോ കംപ്ലീറ്റ്ലി ഡൺ ആയിരിക്കുകയാണ്. അത് വേണം. ഒരു മത്സരാർത്ഥി മാനസികമായിട്ട് ഡൗൺ ആയി പോകുമ്പോഴത്തേക്കിന് ആ വ്യക്തിയെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതെന്തായാലും ഈ പറയുന്ന സിജോ ഒരു 3 വീക്കോളം പുറത്തു നിന്നിട്ട് അത് കറക്റ്റായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പവറോടുകൂടി തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സിനോടും പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കുന്നൊക്കെ അത്ര ആവേശത്തോടുകൂടി ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു സപ്പോർട്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഇന്ന് കണ്ടു കാണുമല്ലോ. പിന്നെ മിക്ക കാര്യത്തിനും ഇപ്പോൾ സിജോയാണ് വിളിക്കുന്നത്. മറ്റേ പെപ്പറ്റ്, ലാലേട്ടൻ പറഞ്ഞില്ലായിരുന്നു പെപ്പറ്റ് സിബിനെ, അതേപോലെ ഇപ്പം ബിഗ് ബോസിന്റെ പെപ്പറ്റായിട്ട് മാറുമോ എന്നോ എനിക്ക് തോന്നുന്നുണ്ട് സിജോയുടെ കാര്യം. ഇനി അടുത്ത സിബിൻ ഇപ്പം മാനസികമായിട്ട് ശരിയല്ല ബിഗ് ബോസ്, ഞാൻ ഇവിടുന്ന് പൊത്തിയാടി പോകാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബിഗ് ബോസ് വിളിച്ചോണ്ട് പുറത്തോട്ട് പോയല്ലോ. ഇനി അവനും ഇത് കണക്ക് വരുമ്പോഴും അവൻ ഇത് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. കാരണം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഷോ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് എവിടെന്നെങ്കിലും അറിയാൻ പറ്റും. പിന്നെ നമുക്കൊന്ന് മാറ്റി ട്രാക്ക് വേണമെങ്കിൽ കളിക്കാമല്ലോ. പിന്നെ സിബിനെ സംബന്ധിച്ച് പുറത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അവന് മനസ്സിലാവും. അപ്പോൾ അവൻ ബാക്ക് ടു ട്രാക്കിലേക്ക് തന്നെ കറങ്ങി വരത്തേ ഉള്ളൂ. അവനും ഇതേപോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളിയായിട്ട് പുറത്തോട്ട് പോയതാണ്, വലിയൊരു ബന്ധമായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവനും നിൽക്കുകയും ചെയ്യും. ഇനി അവൻ വേണമെങ്കിൽ വന്നിട്ട് പറയാം, സിജോ നിന്റെ കയ്യിൽ നിന്ന് കപ്പെടുക്കാൻ ഞാനുണ്ടോന്ന് വേണേൽ പറയാം. അപ്പം നല്ലൊരു ആവേശം ഇല്ലേ, സീരിയലിൽ നിന്ന് കൺവേർട്ട് ആയി വലിയൊരു ആവേശത്തിലേക്ക്. ആവേശം ഇപ്പം വലിയ ക്ലിക്കായി നിൽക്കുക കാര്യമല്ലേ. അപ്പോൾ ആവേശത്തിലേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറെ ആരും അത്ര പ്രോപ്പർ ഗെയിമിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വല്ല സൈലന്റ് ഗെയിമൊക്കെ ഉണ്ട്, സായി കൃഷ്ണയൊക്കെ വലിയ സൈലന്റ് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് കൺവേർട്ട് ആവുമെന്ന് അറിയത്തില്ല. പിന്നെ ഗബ്രി ജാസ്മിനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിരിഞ്ഞതാണ് നല്ലത്. നല്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സംഭവിച്ചാണ് ഏറ്റവും നല്ല കാര്യം. ഇതിനകത്ത് ഏറ്റവും ദൂഷ്യം വരാൻ പോകുന്നത് ഗബ്രിക്ക് തന്നെ. പിന്നെ ഗബ്രി ഇന്ന് കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ, പാനിക് അറ്റാക്ക്. അടിച്ചാൻ്റെ കന്നം പൊളിക്കണം. എവിടെയാണ് പാനിക് അറ്റാക്ക് വന്നാൽ ഇങ്ങനെയാണോ നിൽക്കുന്നത്? ബാത്റൂമിലോട്ടൊക്കെ നടന്നു പോയൊരു സ്പീഡുണ്ടല്ലോ. ഇത് ചുമ്മാ ജാസ്മിനെ കൊള്ളിക്കാനായിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാനാണ് മെന്റലി തളർന്നത്. നമ്മളിൽ പഴയ പരിപാടി, നമ്മൾ കുഞ്ഞിലെ നമുക്ക് പ്രണയം അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെണ്ണൊക്കെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫോണിൽ പറയും, ഞാനിപ്പോൾ നരമ്പ് മുറിക്കും, ഞാനിപ്പോൾ ഗുളിക കഴിക്കും, ആ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചതാ മോനെ. അത് 90s പിള്ളേർ, നമ്മളൊക്കെ ജനിച്ച സമയത്ത് ഉള്ള പിള്ളേർ അതൊക്കെ കഴിഞ്ഞു. നീ ആ ബാച്ച് ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ അത് ട്രൈ ചെയ്യാൻ നോക്കിയത്. അത് ഇപ്പോൾ ട്രൈ ചെയ്യില്ല. ഇപ്പം പുതിയ ജനറേഷൻ, പുതിയ പിള്ളേരാ, അതൊക്കെ തീട്ട കണക്കെടുത്ത് എറിയും. ഓക്കെ, അത് പഴയ പരിപാടിയായിരുന്നു. ജാസ്മിൻ്റെ അടുത്തുനിന്നൊരു സോഫ്റ്റ് കിട്ടാനും പിന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഞാനാണ് നല്ലത്, ഞാനാണ് ശരി ചെയ്തത്, ജാസ്മിൻ ഭയങ്കര റോങ് ആയിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടിയൊരു പരിപാടി. എന്തായാലും ലാലേട്ടൻ വരുമ്പം എടുത്തു വെച്ച് ചോദിക്കുന്നുണ്ട്. ഇത് ഇവിടെ വെച്ച് നിന്നത് കാര്യമായി. കാരണം ഗബ്രിക്കാണ് ഇതിന്റെ ഫുൾ നെഗറ്റീവ് വരാൻ പോകുന്നത്. കാരണം ജാസ്മിൻ ഇത് റിയൽ ആയിട്ട് ഇറങ്ങി അവളുടെ ജീവിതം വെച്ച് കളിച്ചു. ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രി നോക്കിയപ്പോഴത്തേക്കിന് ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള സംഭവം തന്നെ ആയിരുന്നു. അത് ഇവന്റെ ഇന്നത്തെ സംസാരം കിട്ടുമ്പോൾ മനസ്സിലായി. ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു പെണ്ണുണ്ട് ഇതിനകത്ത്, ജാസ്മിൻ 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ നല്ല ഫെമിലിയർ ആയിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരാളാണ്. അവളെ വെച്ച് ആദ്യം ഒന്ന് ലവ് ട്രാക്ക് പിടിച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഇവക്ക് മറ്റേ റിലേഷനൊക്കെ വെളിയിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ഇവള് മറ്റേ ജീവിതം വെച്ചാൽ കളിച്ചപ്പോഴത്തേന് ഇവള് ഭയങ്കര അഗാധമായ ബന്ധത്തിലേക്ക് ഇവളങ്ങ് ഇറങ്ങിച്ചെന്ന് ആഴ്ന്നിറങ്ങി ചെന്നപ്പോൾ ഗബ്രി പറയും ഇടയ്ക്ക്, ഇത്ര വേണ്ട, ഞാൻ ഇത്ര അല്ല ഉദ്ദേശിച്ചതെന്ന്, ഞാൻ ഗെയിം എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. അത് ഇതൊന്നും ക്ലിയർ കട്ടായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ പുറത്ത് ഉള്ള ലേഡീസ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇഴുകി ചേർന്ന് നടക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇവിടെയും നടക്കുന്നത്, അല്ലാതെ കൂടെ കിടക്കാനോ എടുക്കാനോ ഒന്നും ഇല്ലെന്ന്. പഴയ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഓരോ പുതപ്പിന്റെ അടിയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരുന്നത്, ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നത്. ഗബ്രി പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാത്ത കാര്യമാണ് ഗബ്രി അവന്റെ കണ്ണുകൾ കൊണ്ടും അല്ലെങ്കിൽ അവന്റെ ആംഗ്യ ഭാഷകൾ കൊണ്ടും കഴിഞ്ഞ ദിവസം അവൾ വയ്യാതെ കടന്നപ്പോൾ ഐ ലവ് യു ടു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ഒരു ഐ ലവ് യു പറയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്. ആ കാണിച്ചതെല്ലാം പ്രതീക്ഷ തന്നെയാണ്, ആ പെണ്ണിന് കൊടുത്തൊരു പ്രതീക്ഷ തന്നെയാണ്. അവളെ ജീവിതം വെച്ച് അവൾ കളിച്ച്. അപ്പോൾ അവൾക്ക് എന്തായാലും കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്.
അതെല്ലാം ഗബ്രിക്ക് നെഗറ്റീവായിട്ട് വരത്തേ ഉള്ളൂ ഉള്ള കാര്യം. അത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലായി ഗബ്രി കളിച്ചത് ഗെയിം തന്നെയാണ്, ആ ഗെയിം മുന്നോട്ട് പോകത്തില്ല, അത് മനസ്സിലായി. അത് ബ്രേക്കപ്പ് ഇട്ടതാണ്. കാരണം അവസാനം ഇവന്റെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ ഗബ്രി മോനെ നീ ഒറ്റയ്ക്ക് കളിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഗബ്രി കാണിക്കുന്നത് ഇതുവരെ കാണിച്ചതെല്ലാം ഭയങ്കര ബോർ പരിപാടിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് മാറ്റി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവനും ഒന്ന് ഗെയിം മാറ്റി പിടിച്ച് നോക്കിയതാ. പിന്നെ ഇപ്പൊ ഈ ഒരു പാനിക് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവന് പുറത്തോട്ട് പോകാൻ ഒരു ഓപ്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും അറിയാമല്ലോ. പുറത്തുനിന്ന് വന്ന സിജോ ആണെങ്കിലും ശരി, ഇനി അടുത്ത് സിബിൻ വരാൻ പോകുന്നതാണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇച്ചിരിയുടെ ഊർജ്ജത്തോട് ഗെയിം കളിക്കാം. നോക്കിയതാ, ചീറ്റിപ്പോയി കേട്ടോ, ചീറ്റി ചെന്നി നാറിപ്പോയി. പിന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മുടെ ഗെയിം ഉണ്ടായിരുന്നു, അതായത് പവർ റൂമിലേക്ക് കയറാനുള്ള ഏത് ടീമാണ് സെലക്ട് ആവുന്നുള്ളത്. അതിനകത്ത് നമ്മുടെ ജിൻഡോയുടെ ടീം തന്നെ ജയിച്ചിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ജിൻഡോയ്ക്ക് പവർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജിൻഡോയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഭരിക്കണം, എല്ലാവരുടെയും മേളിൽ കയറി ഇരിക്കണം. അതിന് ഓരോ ടാസ്കുകൾ ജിൻഡോ അതിനകത്ത് കളിക്കുന്നു, ജിൻഡോ അതിനകത്ത് ജയിക്കുന്നു. ജിൻഡോ തന്നെ പിന്നെയും പവർ ഹൗസിലേക്ക് പോകുന്നു. ഇനിയും അവിടെ ഉള്ളവർക്ക് ഒരു നരക തുല്യമായ ഒരു പവർ ടീമിനെ ഉടനെ കണ്ടുവരാം. ജിൻഡോ അറിയാലോ, ജിൻഡോയുടെ സംസാരമൊക്കെ മാറി സ്റ്റേ അവേ, പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനില്ലേ.